എൻ്റെ കുറിച്ചാണ്. മൂത്ത മോള് 18 വയസ്സായി. ഇങ്ങനെ ദൈവം എന്നൊരു ഗിഫ്റ്റ് തന്നെ എന്ന് പറയാം. ആദ്യം തന്നെ പേടിയായിരുന്നു, ഇത്രയും വയസ്സുണ്ട് അപ്പോൾ ചേച്ചിങ്ങത് എങ്ങനെ ചെയ്യും, എങ്ങനെ ഒരു ഭയങ്കര ടെൻഷനായിരുന്നു. ദൈവത്തോടും സിൻസിലെ ഡോക്ടറിന് അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തുടങ്ങിയിട്ട് തന്നെ സിൻസിലെ ഡോക്ടർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് വന്നപ്പോൾ ഒത്തിരി കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടായിരുന്നു. അതിലും ഡോക്ടർ കുറേ സപ്പോർട്ട് ചെയ്തു. ICUലായിരുന്നു എപ്പോഴും. എല്ലാം ഡോക്ടർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പേടിച്ച് പറയാം ഇപ്പോഴും ആ ഒരു ഇത് ഡോക്ടർ അതെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് അപൂർവമായിട്ട് ഉള്ളതാണ്. ആദ്യത്തെ സിസേറിയൻ ആയിരുന്നു അല്ലേ, രണ്ടാമത്തത് സിസേറിയൻ തന്നെ ആയിരുന്നു. രണ്ട് സിസേറിയൻ അല്ലേ, ഇത് തേർഡാണ്. അപ്പോൾ നമ്മൾ സിസേറിയൻ ആണല്ലോ ചെയ്യുക. അപ്പോൾ സ്കാൻ വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഇത് എന്താ പറയുക, അൾട്രാസൗണ്ടിൽ പ്ലാസൻ്റെയൊക്കെ നോർമലാണ്. പക്ഷേ സിസേറിയൻ ചെയ്യുന്ന സമയത്താണ് അറിഞ്ഞത് പ്ലാസൻ്റ യൂട്രസായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ. പ്ലാസൻ്റ അക്രട്ടാന്നൊക്കെ പറയും. അപ്പോൾ പറഞ്ഞാൽ അത് പ്ലാസൻ്റ കുഞ്ഞ് പുറത്ത് വന്നാൽ പ്ലാസൻ്റ യൂഷ്വലി പുറത്ത് വരണ്ടേ, പക്ഷേ ഇത് അവിടെ വരില്ല. അത് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് എക്സസീവ് ബ്ലീഡിങ് വരും. അങ്ങനെ ഒരു ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷനാണ്. അപ്പോൾ പക്ഷെ നമുക്ക് എന്തായാലും നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ ചെയ്യേണ്ടത് യൂട്രസോടെ എടുക്കാമെന്നുള്ളതാണ്. പ്ലാസൻ്റ വിത്ത് യൂട്രസ് നമ്മൾ റിമൂവ് ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തു. അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്കറിയാം ഇതൊരു പെരിഫറി ഹോസ്പിറ്റലാണ് അല്ല, ഇതിന് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം എന്നാലും നമുക്ക് ഈ കേസ് റെഫർ ചെയ്യേണ്ടി വന്നില്ല. കൂടുതൽ ബ്ലഡൊന്നും കയറ്റിയില്ല അല്ലേ, രണ്ട് പക്ഷേ ഇങ്ങനത്തെ കേസിലൊക്കെ 10 ബ്ലഡൊക്കെ കയറ്റാറുണ്ട്. 10 പൈൻറ്റ് ബ്ലഡ് 20 പൈൻറ്റ് ബ്ലഡൊക്കെ കയറ്റേണ്ട കേസാണ്. ഒരു 2-3 പൈൻറ്റല്ലേ കയറ്റിയിട്ടുള്ളൂ. അതിലൊതുക്കാൻ നമുക്ക് പറ്റി. അപ്പം ദൈവാനുഗ്രഹം ഉണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, എന്തായാലും അങ്ങനെയൊക്കെ ഒന്ന് ശുഭമായിട്ട് അവസാനിച്ചു. അങ്ങനെ അപ്പോൾ ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു. കാരണം ഇത് വന്നാൽ ചിലപ്പം ബ്ലീഡിങ് ഭയങ്കര എക്സസീവായി പേഷ്യൻ്റ് ഷോക്ക് പോകും, വെന്റിലേറ്ററിലാകും, മനസ്സിലായില്ലേ. അപ്പോൾ വെന്റിലേറ്ററിലൊന്നും ആവേണ്ട സാഹചര്യം വന്നില്ല. അപ്പം ദൈവത്തിനും എല്ലാവർക്കും വളരെ നന്ദി.